അറബിക്കടലിന്റെ തീരത്തൊരുങ്ങുന്ന സൗദിയിലെ അത്ഭുത നഗരമാണ് നിയോം. ആ പ്രദേശം ഒന്നടങ്കം ചരിത്ര പ്രദേശങ്ങളുടെ കലവറയാണ്. പണ്ട് അറേബ്യൻ കഥകളിൽ നമ്മൾ വായിച്ച കഥകളിലെവിടെയോ കുറെ സഞ്ചാരികൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്നുവന്ന വഴികളില്ലേ, അതിലൊന്നായിരുന്നു ഇത്. മക്കയിലേക്കും മദീനയിലേക്കും നീളുന്ന പാത, മണൽക്കാടും കൊള്ളക്കാരും നിറഞ്ഞ അതിന്റെ ചില വഴികൾ. വെളുത്ത മണലും കറുത്ത കുന്നുകളും കടന്നെത്തിയാൽ അവിടെയൊരു കോട്ട തെളിയുകയായി. ഈ കാണുന്ന കോട്ടയുടെ പേരാണ് അൽ സുറൈബ്. തബൂക്ക് പ്രവിശ്യയിൽപ്പെട്ട അൽ വജ്ഹിൽ നിന്നും 10 കിലോമീറ്റർ ദൂരം. കണ്ടാൽ പുതുമയേറെയുണ്ടെങ്കിലും ചരിത്രം അല്പം പഴയതാണ്. മക്കയിലേക്കുള്ള സഞ്ചാരപാതയിലായിരുന്നു സുറൈബ് താഴ്വര. അതാണ് കോട്ടയുടെ പേരും സുറൈബ് കോട്ടയെന്ന് വരാൻ കാരണം. ഇന്ന് സൗദിയിലെ അൽ വജ്ഹിലുള്ള ഈ പ്രദേശത്തായിരുന്നു പണ്ട് ഒട്ടകപ്പുറത്തും കുതിര കഴുതപ്പുറങ്ങളിലും എത്തിയ സഞ്ചാരികൾ തങ്ങിയിരുന്നത്. സമൃദ്ധമായി വെള്ളവും തണലും ലഭിച്ച പ്രദേശം. അത് പിന്നീട് ഇറാഖ്, ഈജിപ്ത്, സിറിയ ഭാഗങ്ങളിൽ നിന്നും വരുന്ന സഞ്ചാരികളുടെ വിശ്രമ കേന്ദ്രവുമായി. ഈ പ്രദേശം ഉൾപ്പെടെ ഒട്ടോമൻ ഖിലാഫത്തിനും ഭരണത്തിനും കീഴിലായിരുന്നു. 1617 അവിടെ സുൽത്താൻ അഹമ്മദ് ഒന്നാമൻ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. പണ്ട് മക്കയിലേക്ക് സഞ്ചരിക്കുന്നവർക്കുള്ള വെല്ലുവിളി വഴികളിലെ കൊള്ളക്കാരായിരുന്നു. അതിൽ നിന്നും മറികടക്കാൻ സംരക്ഷണമുള്ള ഒരിടം ഒട്ടകപ്പുറത്തെത്തുന്ന സഞ്ചാരികൾ രാത്രിക്ക് മുന്നേ കണ്ടെത്തും. അങ്ങനെ ഒരിടമായിരുന്നു അൽ വജ്ഹ്. ഹജ്ജിനും മറ്റും എത്തുന്ന വിശ്വാസികൾ അവരുടെ വിൽപ്പന ചരക്കുകൾ സൂക്ഷിച്ചിരുന്നതും ഇവിടെയായിരുന്നു. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഇവിടെ നിന്നും അവ ശേഖരിച്ച് മടങ്ങും. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് ചതുരാകൃതിയിലുള്ള കോട്ടയിൽ 2 കുളങ്ങളുടെ അടയാളങ്ങൾ കാണാം. പണ്ട് നിറയെ വെള്ളമുണ്ടായിരുന്നു. മഞ്ഞ മണൽക്കല്ല് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. തകർന്നപ്പോൾ പുതുക്കിപ്പണിതതും അതുപയോഗിച്ച് തന്നെ. നിരീക്ഷണത്തിനായി മുറ്റത്തിനു ചുറ്റും 4 ഗോപുരങ്ങളുണ്ട്. കോട്ടയുടെ ഉൾവശത്ത് ഒരു നടുമുറ്റവും പള്ളിയും കാണാം. ഹജ്ജിന് വരുന്നവരെ കൊള്ളയടിക്കാൻ എത്തുന്നവരുമായി ഇവിടെ ഏറ്റുമുട്ടൽ ഇടയ്ക്കിടെ നടന്നിട്ടുണ്ട്. ഇവിടെ ഇന്നും നിരവധി കുഴിമാടങ്ങൾ കാണാം. തീർത്ഥാടന പാത സംരക്ഷിക്കാൻ പോരാടിയ സൈനികരുടെ ശരീരം ഇവിടെ അടക്കിയതായി വിശ്വസിക്കുന്നു. 1916 ഒട്ടോമൻ ഭരണത്തിനെതിരെ അറബ് പ്രക്ഷോഭം തുടങ്ങിയ ഘട്ടം. അന്ന് ഈ കോട്ട ബോംബെറിഞ്ഞു തകർക്കപ്പെട്ടു. അതോടെ പല ഭാഗങ്ങളും പിൽക്കാലത്ത് പുനഃസ്ഥാപിക്കുകയായിരുന്നു. നിരവധി സഞ്ചാരികളുടെ പുസ്തകങ്ങളിൽ ഇടം നേടിയ പ്രദേശം കൂടിയാണ് അൽ വജ്ഹും ഈ കോട്ടയും. ഇന്ന് പഴയ കോട്ട പുതുക്കി പണിത് പൈതൃക വകുപ്പിന് കീഴിലാക്കിയിട്ടുണ്ട്. മക്കയിലേക്കും മദീനയിലേക്കും ഈജിപ്തിലേക്കുമെല്ലാം പൊതുവഴികൾ പിറന്നപ്പോൾ ഈ കോട്ട അനാഥമായി. എങ്കിലും ഇതുവഴി കടന്നുപോയ കാഫിലകളുടെ കഥ പറയാൻ
സുറൈബ് താഴ്വര ഇന്നും സൗദിയിലെ തബൂക്ക് പ്രവിശ്യയിൽ കാത്തിരിക്കുന്നു.